ഗൈസ്, നമുക്കൊരു 2 lakhസിനുള്ളിൽ വരുന്ന ഒരു 5 മോട്ടോർ സൈക്കിൾസിനെ പറ്റി പറയാം. അപ്പോൾ ഒരു വണ്ടിയുടെ ഏകദേശം ഒരു പ്രൈസും അതിൻ്റെ മാതിരി തന്നെ അതിൻ്റെ ഒരു മൈലേജ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ ഒരു മോട്ടോർ സൈക്കിൾസൊക്കെ നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ എനിക്ക് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വണ്ടീനെ പറ്റിയിട്ട് പേഴ്സണലായിട്ട് മീൻസ് അതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം. ഞാൻ വേണമെങ്കിൽ ഒരു റിവ്യൂ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളൊരു 2 ലക്ഷം രൂപ ആ ഒരു റേഞ്ചിനുള്ളിൽ ഒരു ബൈക്ക് എടുക്കാൻ നിൽക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു 5 വണ്ടീസ് ജസ്റ്റ് ഒന്ന് നോക്കുക. അപ്പോൾ ഈ ഒരു ബൈക്സൊക്കെ നമുക്ക് കുറച്ച് അഗ്രസീവായിട്ട് ഓടിക്കുന്ന വണ്ടികളിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിരിക്കും. മീൻസ് അത്രയ്ക്കൊരു പവർ അല്ലെങ്കിൽ ഒരു അഗ്രസീവ് ഫീൽ തരുന്നൊരു ബൈക്സ് ആയിരിക്കില്ല. അപ്പോൾ നമുക്ക് ഡെയിലി കമ്പ്യൂട്ടറുമാരി യൂസ് ചെയ്യാനൊക്കെ പറ്റുന്ന അങ്ങനത്തെ ഒരു ടൈപ്പ് ബൈക്ക്, അല്ലെങ്കിൽ എന്താ പറയുക, നമുക്ക് ഡെയിലി യൂസിനൊക്കെ പറ്റുന്ന അങ്ങനത്തെ ഒരു ബൈക്ക് അങ്ങനെ പറയാം. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ മോഡൽസ്. ഫസ്റ്റത്തെ വൺ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു മോട്ടോർ സൈക്കിളാണ് 100-350 എന്ന് പറഞ്ഞ ബൈക്ക്. അപ്പം വണ്ടി ഇറങ്ങിയിട്ട് ഏകദേശം ഇപ്പോൾ ഒരു കൊല്ലത്തിനടുത്തായി. അപ്പോൾ വണ്ടിയുടെ പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 1,83,000 ആണ്. 1,83,000 രൂപ നമ്മുടെ ഓൺ റോഡ് പ്രൈസ്, നമ്മുടെ കേരളത്തിൽ വരുന്ന പ്രൈസ് കേട്ടോ. അപ്പോൾ ചെറിയ വേരിയേഷൻസ് ഒക്കെ ഉണ്ടാവും. നിങ്ങൾ ആ ഒരു വേരിയൻസ് ഒക്കെ മാറി എടുക്കുമല്ലോ. നിങ്ങൾ അതിന് 3 വേരിയൻ്റ് അങ്ങനെ വരുന്നുണ്ട് തോന്നുന്നുണ്ട്. അപ്പോൾ അത് മാറി എടുക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ചെറിയ ചെറിയ റേറ്റിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ ഒരു 5 രൂപയുടെ മുകളിലേക്കും താഴത്തേക്കും വ്യത്യാസം തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഒരു റോയൽ എൻഫീൽഡ് 100 ഏകദേശം ഒരു പ്രൈസ് മനസ്സിലായല്ലോ, 1,83,000. അപ്പോൾ നമുക്ക് ചെറിയ വേരിയേഷൻസ് ഉണ്ടാവും. നമ്മൾ ആ വേരിയൻറ്റ് മാറ്റുന്നതിനനുസരിച്ചിട്ട് ചിലപ്പോൾ ഒരു 3-4 രൂപയുടെ വ്യത്യാസങ്ങളുണ്ടാവും. പിന്നെ അതിൽ എക്സ്ട്രാ ആക്സറീസൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ്. നമ്മുടെ ഷോറൂമിൽ തന്നെ കിട്ടും. ചെറിയ ചെറിയ ആക്സറീസ് ഐറ്റംസൊക്കെ ഈ പറഞ്ഞ മാതിരി ഷോറൂമിൽ തന്നെ ഉണ്ടാവും. പിന്നെ വണ്ടിയുടെ മൈലേജ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 36 km/L ആണ്. 36-38 അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ഇറ്റ് മേ വേരി ഹൗ യു റൈഡ്. നിങ്ങളങ്ങനെ ഓടിക്കുന്നതിനനുസരിച്ച് അത് ചിലപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങൾ ഭയങ്കര അഗ്രസീവായിട്ട് ഓടിക്കാൻ, പക്ഷേ അങ്ങനത്തെ ഒരു വണ്ടിയല്ല. പക്ഷേ നിങ്ങൾ കുറച്ച് അഗ്രസീവായിട്ട് ഓടിക്കാനൊക്കെ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ചെറിയ വേരിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ സെക്കൻഡ് വരുന്ന ബൈക്ക് എന്ന് വെച്ചാൽ TVSൻ്റെ റോണിനാണ്. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ പ്രൈസ് എങ്ങനെ വരുന്നത് വെച്ചാൽ 1,83,000 to 2,02,000 ആ റേഞ്ചിനടുത്താണ്. 2,01,000 2,02,000 ആ റേഞ്ചിനടുത്താണ്. അപ്പോൾ ഏകദേശം പറഞ്ഞാൽ മനസ്സിലായല്ലോ, ഏകദേശം ഒരു 1,84,000 മുതൽക്ക് 74,000 മുതൽക്ക് സ്റ്റാർട്ടിങ് കേട്ടോ. നമ്മുടെ കേരളത്തിലാണെന്ന് തോന്നുന്നുണ്ട് 1,80,000 സംതിങ് ആണ് അതിന് റേറ്റ് വരുന്നത്. ആ ഒരു റേഞ്ച് ടു ഒരു 2,01,000 ആ റേഞ്ച് വരും. അതിന് ടോപ്പ് വേരിയൻറ്റ്, അതിന് 3 വേരിയൻറ്റ്സ് വരുന്നുണ്ട്. ടോപ്പ് വേരിയൻറ്റിൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളതിൻ്റെ ഒരു വീഡിയോ ഓൾറെഡി ചെയ്തായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് പ്രൈസ് റേഞ്ച് വരുന്നത്. അത് വണ്ടിയുടെ ഒരു മൈലേജ് എന്ന് പറഞ്ഞാൽ 35-40 അടുത്ത് കിട്ടും കേട്ടോ. നമ്മളെ റൈഡിങ് സ്റ്റൈലനുസരിച്ച് 42 വരെയൊക്കെ കിട്ടിയിട്ടുണ്ട്. എൻ്റെ ഒരു കൂട്ടുകാരന് കിട്ടിയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞല്ലോ ഈ ഒരു നമ്മളെങ്ങനെ റൈഡ് ചെയ്യുന്നത് അതിനനുസരിച്ചിരിക്കും. പിന്നെ വരുന്നത് നമ്മുടെ ബജാജിൻ്റെ ഒരു മോട്ടോർ സൈക്കിളുണ്ട്. ഒരു ക്രൂസർ ടൈപ്പാണ് വണ്ടി. അവഞ്ചറാണ്, അവഞ്ചർ 220 ആണ് വണ്ടി. അപ്പോൾ ആ വണ്ടിയുടെ പ്രൈസിങ് റേഞ്ച് എന്ന് പറയുന്നത് 1,74,000 ആ ഒരു പ്രൈസ് റേഞ്ചാണ്. പിന്നെ അതിൻ്റെ ഒരു മൈലേജ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 40 km ആ ഒരു മൈലേജ് ആ വണ്ടിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് കുറച്ചൊരു ടൂറിങ്ങിനൊക്കെ പറ്റിയ ബൈക്കാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനത്തെ ഒരു ബൈക്കാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഞാൻ പറയുന്ന ഈ ഒരു ബൈക്സൊക്കെ നിങ്ങൾക്ക് എന്താ പറയുക, ഫാമിലി പർപ്പസിന് മീൻസ് ഫാമിലി ആയിട്ട് പുറത്തേക്കൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ബൈക്കാട്ടോ. ഒരു ഫാമിലി ബൈക്ക് എന്നല്ല, എന്നാലും അത്യാവശ്യം പെർഫോമൻസ് ഉണ്ട്. എന്നാലും എന്താ പറയുക, അത്യാവശ്യം എന്താ പറയുക ഫാമിലിയൊക്കെ കൊണ്ടുപോകാൻ വലിയ ബുദ്ധിമുട്ടില്ലാത്ത ബൈക്കുകളാണ്. ബാക്കിൽ അമ്മേനെയൊക്കെ കൂട്ടിയിരുന്ന് പോകാൻ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ മോട്ടോർ സൈക്കിളാണ് ഞാനിപ്പോൾ പറഞ്ഞുകൊടുക്കുന്നത്. നിങ്ങൾക്ക് സിറ്റിയിൽ ക്രൂസ് ചെയ്ത് കൊണ്ടുനടക്കാനൊക്കെ പറ്റിയൊരു ബൈക്കാണ്. വലിയൊരു എഫേർട്ടൊന്നും തോന്നില്ല. അങ്ങനെയാണ് അതിൻ്റെ ഒരു സിറ്റിംഗ് പൊസിഷനൊക്കെ, നമ്മൾ കാലൊക്കെ മുന്നോട്ട് വെച്ച് റിലാക്സ് ആയിട്ട് ഇരിക്കുന്ന ഒരു പൊസിഷനൊക്കെയാണ്. അതുപോലെ നമ്മുടെ TVS റോണിൻ്റെതും അതേമാതിരി 100-350ൻ്റെതും ഇത് രണ്ടിനും ഏകദേശം ഒരു ചെയറിലിരിക്കുന്ന മാതിരിയാണ് കേട്ടോ. നമുക്ക് പക്കാ ഒരു സ്പോർട്സ് ബൈക്കല്ല, ഒരു ക്രൂസിങ് ബൈക്കും അല്ല. ഇതിന് രണ്ടിനും മിഡിലുള്ളൊരു സാധനമാണ്. നമുക്ക് കുറച്ചൊരു സ്പോർട്ടിനെസ് തോന്നിക്കുന്ന ഒരു സാധനങ്ങളാണ് ഈ 2 ബൈക്കും. ഈ പറഞ്ഞ TVS റോണിനാണെങ്കിലും കുറച്ചൊന്ന് നമുക്ക് ചെത്തി ഓടിക്കാമെന്ന് വിചാരിക്കുന്നവർക്ക് ഓടിക്കാൻ പറ്റുന്ന ബൈക്സാണ്. അതിനിപ്പോൾ നമ്മുടെ ഈ ഒരു അവഞ്ചർ നമ്മൾ പറഞ്ഞു. പിന്നെ വരുന്നൊരു മോട്ടോർ സൈക്കിൾ എന്ന് പറയുന്നത് നമ്മുടെ ഹോണ്ടയുടെ CB200X ആണ് കേട്ടോ. അപ്പോൾ ആ ഒരു മോട്ടോർ സൈക്കിളിൻ്റെ കാര്യം നിങ്ങൾക്ക് ഹോണ്ടയുടെ ബൈക്സൊക്കെ ഓടിച്ചവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഒരു CBR അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ബൈക്കൊക്കെ ഓടിച്ചവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. വണ്ടി ഭയങ്കര റിഫൈൻഡ് ആണ്, എഞ്ചിൻ ഭയങ്കര റിഫൈൻഡ് ആണ്. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ പ്രൈസ് റേഞ്ച് നിറഞ്ഞു പോകുന്നത് എന്താ പറയുക, നമ്മുടെ ഈ ഒരു കോഴിക്കോട് അല്ലെങ്കിൽ കേരളത്തിൽ വരുന്ന പ്രൈസ് എങ്ങനെ വെച്ചാൽ 1,61,000 1,61,000 രൂപയ്ക്കാണ് ഈ ഒരു വണ്ടി ഓൺ റോഡ് വരുന്നത്. അപ്പോൾ ചെറിയ വേരിയേഷൻസ് ഉണ്ടാവും. ഈ പറഞ്ഞ മാതിരി ചെറുങ്ങനെ എന്താ പറയുക, നമ്മളെന്തെങ്കിലും ആക്സറീസ് ബിൽഡ് ചെയ്യുന്നതോ അല്ലെങ്കിൽ പുതിയ അപ്ഡേഷനിലൊക്കെ ഇപ്പോൾ നിലവിൽ വന്നതിൽ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ചെറിയൊരു റേറ്റിൻ്റെ ചെറിയ വേരിയേഷൻ ഉണ്ടാവും. പക്കാ പ്രിസൈസ് ആയിട്ടുള്ള എമൗണ്ട് അല്ല ഞാൻ പറയുന്നത്, ചെറുതായിട്ട് വേരിയേഷൻ ഉണ്ട്. ചിലപ്പോൾ ഒരു 3,000-4,000 വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ 1,67,000 ആണ് ആ വണ്ടിക്ക് ഏകദേശം ഒരു പ്രൈസ് വരുന്നത്. ആ വണ്ടിയുടെ മൈലേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓടിക്കുന്ന മാതിരി തന്നെ 38-45 വരെ ആ വണ്ടിക്ക് കിട്ടും. നമ്മൾ ആ ഒരു വണ്ടിയായിട്ട് ഒന്ന് ഊട്ടിയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഞാൻ പേഴ്സണലി ഓടിച്ച വണ്ടിയാണ്.
അപ്പോൾ അറൗണ്ട് ഒരു 45 കിലോമീറ്ററിൻ്റെ അടുത്ത് എനിക്ക് റേഞ്ച് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഈ ഒരു R15 കൂടെ എടുത്തിരുന്നു. ഈ ഒരു വണ്ടിക്ക് ഏകദേശം മൈലേജ് 50 കിലോമീറ്ററാണ്. അപ്പോൾ ഏകദേശം ഒരു 45 കിലോമീറ്റർ, 42 കൺഫേം ആണ്. അപ്പോൾ നെക്സ്റ്റ് വരുന്ന മോട്ടോർ സൈക്കിൾ എന്ന് പറയുന്നത് എക്സ്പൾസിൻ്റെ 200 4V ആണ് കേട്ടോ. നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും വണ്ടി. നമ്മുടെ മാർക്കറ്റിൽ ഇപ്പോൾ ഒരുപാടായിട്ട് എല്ലായിടത്തും ഉണ്ട്. നിങ്ങൾ ചോദിക്കുക ഇതൊരു ഫാമിലി വണ്ടിയാണെന്നുള്ള. ബാക്കത്തെ സീറ്റിൻ്റെ ഹൈറ്റ് കുറവാണ്. നിങ്ങൾക്ക് അമ്മേനെയൊക്കെ വെച്ച് പോകാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അത്യാവശ്യം നല്ല സാഡിലും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വണ്ടിക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ വണ്ടിയുടെ പ്രൈസ് എന്ന് പറയുന്നത് 1,82,000 ആണ്, 1,82,000. അപ്പോൾ ഈ വണ്ടിയുടെ മൈലേജ് എന്ന് പറയുന്നത് 42 to 45 ആ ഒരു റേഞ്ചിനടുത്ത് മൈലേജ് ഉണ്ട് കേട്ടോ ഈ ഒരു വണ്ടിക്ക്. അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് പറയാം, നിങ്ങൾ ഈ പറഞ്ഞ ലിസ്റ്റിലുള്ള ഏതെങ്കിലും വണ്ടികൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് താഴത്തൊന്ന് കമൻറ്റ് ചെയ്യുക. ഈ വണ്ടിയുടെ ഡീറ്റെയിൽഡ് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ അതും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മൾ വണ്ടി പോയി എടുത്തിട്ട് റിവ്യൂ ചെയ്ത് തരുന്നതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു വണ്ടി വെച്ചിട്ട് അതിന് ഇന്ന മാതിരത്തെ നിങ്ങളിപ്പോൾ ഈ ഡൗട്ട് ചെയ്യുന്ന മാതിരത്തെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ളത് ക്ലിയർ ചെയ്ത് തരാം. അതുപോലെ നിങ്ങൾ ഈ ഒരു 2 lakh ആ ഒരു പ്രൈസ് റേഞ്ചിനുള്ളിൽ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ബൈക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ജസ്റ്റ് താഴ്ന്ന് കമൻറ്റ് ചെയ്യുക. ഈ ഒരു ബൈക്കും 2 lakh അണ്ടറിൽ വരുന്നതാണ്. ഈ ഒരു ബൈക്കൊന്നും ഞാൻ പറയാത്ത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഡെയിലി യൂസിന് പറ്റിയതാണോ ചോദിച്ചാൽ മൈലേജിൻ്റെ കാര്യം കൊണ്ടും വണ്ടിയുടെ മെയിൻ്റനൻസിൻ്റെ കാര്യം കൊണ്ടും ഈ ഒരു വണ്ടി ഡെയിലി യൂസിന് പറ്റിയതാണ്. പക്ഷേ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമല്ല ഈ ഒരു സ്പോർട്സ് ബൈക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അല്ലെങ്കിൽ ഡെയിലി യൂസ് ചെയ്യാൻ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള വേറെ ചൊറകളും കാര്യങ്ങളൊന്നും ഇല്ലാത്ത, ഈ വണ്ടിക്ക് ചൊറുണ്ടെന്നല്ല കേട്ടോ, ചൊറകളും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു 5 ബൈക്സ് മാത്രം സെലക്ട് ചെയ്തപ്പോൾ പറഞ്ഞതാണ്. അപ്പോൾ നിങ്ങൾ നോക്കുക, എന്നിട്ട് ജസ്റ്റ് താഴത്തൊന്ന് കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. അപ്പോൾ പ്രൈസൊക്കെ ഏകദേശം കറക്റ്റ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. മൈലേജ് ഏകദേശം കറക്റ്റാണ്. അപ്പോൾ അറൗണ്ട് കിട്ടിയതൊക്കെ ഞാൻ ഏകദേശം വിട്ടിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ, സൈനിങ് ഓഫ്.